ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പോൾ കുറേ പേർക്ക് ഞാൻ അതിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ഇൻഡെക്സ് മാർക്കിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നിങ്ങൾ BSc നഴ്സിംഗ് പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ കൂടിയായിരിക്കും. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഈ പ്രാവശ്യത്തെ ന്യൂസിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞു എല്ലാവരും +1 +2ൻ്റെയൊക്കെ മാർക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെയാണെന്നുള്ള ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം +2ൻ്റെ മാർക്ക് തന്നെയാണ് നമ്മുടെ ആ ഒരു LBSൻ്റെ പ്രോസ്പെക്ടസിൽ കണ്ടതാണ് ഞാൻ. അപ്പോൾ അത് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ +2ൻ്റെ മാർക്കാണ് കേട്ടോ എടുക്കുന്നത്. PCB നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൻ്റെ 3 ടോട്ടൽ മാർക്ക് എടുക്കുക. അത് നമ്മൾ 1.2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒന്നും കൂടി അത് മെൻഷൻ ചെയ്തേക്കാം. നമുക്ക് ഫിസിക്സിൻ്റെ ടോട്ടൽ മാർക്ക് എടുക്കുക. അതിനെ നമ്മൾ 120 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 120ലാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ 120 × 100. അപ്പോൾ നമുക്കൊരു മാർക്ക് കിട്ടും. ആ ഒരു മാർക്ക് പോലെ നമ്മൾ കെമിസ്ട്രിക്കും ബയോളജിക്കും ചെയ്യുക. അത് 3 നമ്മൾ സം എടുക്കുക. അതാണ് നമ്മുടെ ഇൻഡെക്സ് സ്കോർ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ 2 രീതിക്കും നമുക്ക് കിട്ടുന്നത് സെയിം ആൻസേഴ്സ് തന്നെയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് സ്കോറാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ വെച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കിനെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ എങ്ങനെയാണ് അത് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയാം. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഏതൊക്കെ ഇൻഡെക്സ് മാർക്കിലാണ് നമുക്ക് ഗവൺമെൻറ് കോളേജസ് കിട്ടുക, ഏത് ഇൻഡെക്സ് മാർക്കിലാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് കിട്ടുക. അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. പിന്നെ കേരളത്തിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഏതൊരു മാർക്കിൽ ഉള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക, പുറത്ത് പോയി പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടിനുള്ള ആൻസേഴ്സാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി നോക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് നമുക്ക് മാർക്കുകൾ വന്നിട്ടുള്ളത്, അവരെങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോളേജസ് ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ എടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എറണാകുളം ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവിടെ എത്രമാത്രം മാർക്കുകളിലാണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രാവശ്യവും ഏകദേശം എല്ലാ വർഷവും സെയിം അടിസ്ഥാനത്തിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കണ്ടുവരുന്നത് അടുത്തുള്ള ഒരു ഇയറിൽ വരുന്ന ആ ഒരു ഇതാണ്. അധികം ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ റിസർവേഷനിലുള്ള കുട്ടികൾ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ചേഞ്ചസ് വരുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഒരു ടൈപ്പിൽ തന്നെയായിരിക്കും നമുക്ക് ഈ പ്രാവശ്യം അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ സ്ക്രീനിൽ അതിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തേക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പേജ് ലോഡായി വരും. അതിൽ നമുക്ക് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമുക്ക് LBSലുള്ള എല്ലാ കോഴ്സസും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് ഇൻഡെക്സ് മാർക്കാണ് നിങ്ങൾക്ക് നോക്കേണ്ടത് അത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ BSc നഴ്സിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കതിൽ ഏതൊക്കെ കോളേജിൻ്റെ ആണ് ഇൻഡെക്സ് മാർക്ക് എന്നറിയാം. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ നോക്കാം. നമുക്ക് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് കോളേജിൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നത്, ഇത്രയും പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഇത്രയും ഇൻഡെക്സ് മാർക്കിൽ കിട്ടുമോ എന്നൊക്കെ എനിക്ക് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പറയാനാണെങ്കിൽ ഇതിൽ ക്വാട്ട ബേസിസിലും അതുപോലെ തന്നെ മെറിറ്റ് ബേസിസിലും ഇത് റാങ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിലുള്ള ഇതാണ് ആദ്യത്തെ ആ ഒരു 300 മാർക്കിന് എല്ലാം എടുത്തിട്ടുള്ളത്. അത് ഫുള്ളി മെറിറ്റ് ബേസിസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറം വരുമ്പോൾ നമുക്ക് റാങ്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷനിൽ വരുന്ന ആ ഒരു മാർക്കാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ PD എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അപ്പോൾ എത്ര മാർക്ക് കുറഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു സീറ്റ് അവിടെ നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈഴവ, അതുപോലെ SC/ST ഇവരെയൊക്കെയാണ് പിന്നീട് ആ ഒരു പെർസെൻറ്റേജ് ഇത്രയും നമുക്ക് അവർക്ക് ആ ഒരു സീറ്റുകൾ കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്.
പിന്നെ നമ്മൾ വേറൊരു ഗവൺമെൻറ് കോളേജ് എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെയാണ് മാർക്കുകൾ വരുന്നത്. നമുക്ക് കൂടുതലും 299.17 അതിലൊക്കെ എന്ന് പറയാനായിട്ട് കോട്ട ബേസിസിലാണ് കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ മാർക്ക് ബേസിസിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം നമുക്ക് കാണാം. കാരണം 300 മാർക്കിനൊക്കെയാണ് കൂടുതൽ പിള്ളേർ അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻഡെക്സ് മാർക്ക് ഇത്ര ഉണ്ട്, അപ്പോൾ എനിക്ക് അവിടെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് 300 മാർക്കുള്ള കുട്ടികളെയാണ് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് ജനറലിലും അതുപോലെ തന്നെ അല്ലാത്ത റിസർവേഷൻ അധികം കൊടുക്കാത്ത കാറ്റഗറീസ് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞ മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗവൺമെൻറ് കോളേജസിൽ എടുക്കുകയുള്ളൂ. 300 മാർക്ക് അവർക്ക് നിർബന്ധമായും വേണം. അതുപോലെ തന്നെ അവർ റാങ്ക് ലിസ്റ്റിലും നല്ല മാർക്ക് വേണം, എന്നാൽ മാത്രമാണ് അവർക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം അവർ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കണം. ഇതിലിപ്പോൾ മെൻഷൻ ചെയ്തതുപോലെ SC ST ഈഴവ അങ്ങനെ പറയുന്ന, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അങ്ങനെയുള്ള കുട്ടികൾക്ക് ആണെങ്കിലും അവിടെ കിട്ടും. ഇത്രയും പെർസെൻറ്റേജ് സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അല്ലാത്ത കുട്ടികൾ സ്റ്റേറ്റ് മെറിറ്റിൽ ആ ഒരു സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. അത് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 297 താഴേക്ക് വരുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അങ്ങനെയാണ്. നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ എന്തായാലും അവർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ കാര്യം കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഫുള്ളും നോക്കിയത് ഗവൺമെൻറ് കോളേജസൊക്കെയാണ്. ഇനി നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജസ് നോക്കാം. ഞാൻ അത് കൂടാതെ തന്നെ ഇതിൽ ഏതൊക്കെ കാറ്റഗറീസിനാണ് റിസർവേഷൻസ് വരുന്നതെന്നുള്ളതും നമുക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് എടുക്കാം. അപ്പോൾ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് അവർ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ എടുക്കാനുള്ള ഇൻഡെക്സ് മാർക്ക് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഇതിപ്പോൾ ഒരു കുട്ടീനെ 300 മാർക്കിൽ എടുത്തിട്ടുണ്ട്. ഇത് വരാൻ ചാൻസ് കൂടുതൽ ആ കുട്ടി ഇപ്പോൾ അവിടെ ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് അവരത് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അല്ല അവർക്ക് ഗവൺമെൻറ് കോളേജ് വേണ്ടാന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് വെക്കുമ്പോഴും നമുക്ക് ഏത് കോളേജാണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഇൻഡെക്സ് മാർക്കും എത്രമാത്രം ഉണ്ടോ ആ കോളേജസിൽ കൊടുക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു മാർക്ക് അടിസ്ഥാനത്തിലാണ് അവിടെയും കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നമുക്ക് താഴെ കൊടുക്കുന്ന ആ ഒരു റിസർവേഷൻ കമ്മ്യൂണിറ്റികൾക്കാണ് കൂടുതൽ ആ ഒരു മാർക്കിലും കൂടിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് താഴെ മാർക്കുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പം റിസർവേഷൻ കാറ്റഗറി ആണോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടോപ്പ് കോളേജസിലൊന്നും നിങ്ങൾക്ക് പെട്ടെന്നൊന്നും അലോട്ട്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു ലക്ക് ബേസിസിലുമാണ് അലോട്ട്മെൻറ്റ്സ് പോകുന്നത്. ടോട്ടൽ അപ്പോൾ 18ഓളം അലോട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അവർക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സീറ്റ് അലോട്ട് ചെയ്തേക്കുന്നതെന്നുള്ള പെർസെൻറ്റേജാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. മാർക്ക് പെർസെൻറ്റേജ് അല്ല, അവരുടെ സീറ്റ് എത്രമാത്രം അവർക്ക് അവിടെ കൊടുക്കും. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിനാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ്, 50% നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിനാണ്. അപ്പോൾ അതുപോലെ ഓരോ പെർസെൻറ്റേജും എത്രമാത്രം സീറ്റുകളാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അലോട്ട്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. മെയ് 17 മുതൽ ഈ ഒരു ജൂൺ 15 വരെയാണ് അതിനുള്ള ടൈം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒന്നും മറക്കരുത് കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. ആ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റുകൾ. നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുവരെയുള്ള ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു മൈനോറിറ്റി കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രത്യേകത്തിൽ വരുന്നതെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു കോട്ടയിൽ നമുക്ക് അഡ്മിഷൻസ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കറക്റ്റ് നോക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാവുന്നതാണ്. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.